അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, 4 കാര്യങ്ങളെ ഞങ്ങൾ അന്വേഷിച്ചു. ദിവസങ്ങളോളമല്ല, ആഴ്ചകളോളമല്ല, മാസങ്ങളോളവും അല്ല, സിനീന, വർഷങ്ങളോളം. തൊലബന അർബഅത്ത് അഷിയ സിനീന, 4 കാര്യങ്ങളെ ഞങ്ങൾ അന്വേഷിച്ചത് 4 വർഷങ്ങളോളമാണ്. ഇത് പറഞ്ഞത് മഹാനായ അബൂബക്കറിൽ വറാഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ അവരുടെ റൂഹുൽ ബയാനിലാണ്. ഏതൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? അവരന്വേഷിച്ച 4 കാര്യങ്ങൾ, മഹത്തുക്കളായ അവർ അന്വേഷിച്ച 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റിളല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. മറ്റൊന്ന് അസ്സഅത്ത് ഫിൽ മഈശത്ത്, ജീവിത വിഭവങ്ങളിലുള്ള വിശാലതയാണ്. മൂന്നാമത്തത് ദീനിൻ്റെ സംരക്ഷണമാണ്, ഹിഫ്ളുദ്ദീനി, ദീനിൻ്റെ സുരക്ഷിതത്വമാണ്. നാലാമത്തത് അന്നൂറു ഫിൽ ഖബർ, ഖബറിൽ പ്രകാശം ലഭിക്കുന്ന കാര്യം. ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ചാണ് അവർ അന്വേഷിച്ചത്. ദിവസങ്ങളോളമല്ല, വർഷങ്ങളോളം, സിനീന. റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. എന്നിട്ട് അവർ തന്നെ പറയുകയാണ്, ഫവജദ്നാഹു ഫി അർബഅത്തി അഷിയാ, ഈ 4 കാര്യങ്ങളും ഞങ്ങൾക്ക് ലഭ്യമായി. 4 കാര്യങ്ങളിലായിട്ടാണ് ലഭ്യമായത്. ഏതൊക്കെയാണ്? ഒന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫി താഅത്തില്ലാ, അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിലാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റിളാ കിട്ടാൻ അത് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് അസ്സഅത്ത് ഫിൽ മഈശത്ത്, ജീവിത വിഭവങ്ങളിലുള്ള വിശാലത. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് ലഭ്യമാകുന്നത് ഫി സ്വലാത്തിൽ ളുഹ, നിസ്കാരത്തിലാണ്. പ്രഭാതം കഴിഞ്ഞ്, സൂര്യോദയം കഴിഞ്ഞ്, സൂര്യൻ 7 കുന്തത്തിൻ്റെ ഉയർന്നതിന് ശേഷം, ഏകദേശം ഒരു 7 മണി 7:30 ശേഷം 11:30 വരെ ഉള്ള ടൈം ഉള്ള നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതാണ് ളുഹൻ്റെ സമയം. ആ ളുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ ജീവിത വിഭവങ്ങളിലുള്ള വിശാലത അത് ലഭ്യമാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മൂന്നാമത്തത് ഹിഫ്ളുദ്ദീനി, ദീനിൻ്റെ സംരക്ഷണം. ദീനിൻ്റെ സംരക്ഷണം ഏത് കാര്യത്തിലാണ് എന്ന് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫി ഹിഫ്ളിൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലാണ്. നാവിനെ സൂക്ഷിക്കുന്നതിലാണ് ദീനിൻ്റെ സംരക്ഷണം, ദീനിൻ്റെ സുരക്ഷിതത്വം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ നാലാമത്തത് ഖബറിൽ പ്രകാശം ലഭ്യമാകുന്നത് ഏത് കാര്യത്തിലാണ് എന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫി സ്വലാത്തിൽ ലൈലി, രാത്രി നിസ്കാരത്തിലാണ്. രാത്രി നിസ്കാരത്തിലൂടെയാണ് ഖബറിൽ പ്രകാശം ലഭ്യമാവുക എന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞത് മുതലുള്ള മഗ്രിബിൻ്റെ സുന്നത്തും ഇശാഇൻ്റെ സുന്നത്തും, ഇശാഇൻ്റെ സുന്നത്തിന് ശേഷമുള്ള വിത്റും, അതുപോലെ തന്നെ തഹജ്ജുദും അടക്കം സുബഹി നിസ്കാരം വരെയുള്ള ആ നിസ്കാരം, അതിലൂടെയാണ് ഖബറിൽ പ്രകാശം ലഭ്യമാകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മഹാനായ അബൂബക്കറിൽ വറാഖ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, വർഷങ്ങളോളം ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിന് വഴിപ്പെടുന്നതിലാണ്. പിന്നെ ജീവിത വിഭവങ്ങളിലുള്ള വിശാലത, അത് സ്വലാത്തുൽ ളുഹ നിസ്കാരത്തിലാണ്. ദീനിൻ്റെ സംരക്ഷണം ലഭ്യമാകുന്നത് നാവിനെ സൂക്ഷിക്കുന്നതിലൂടെയാണ്. ഖബറിൽ പ്രകാശം ലഭ്യമാകുന്നത് രാത്രി നിസ്കാരത്തിലൂടെയാണ്. ഏറ്റവും അധികം തഹജ്ജുദ് നിസ്കാരം പ്രത്യേകിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാ മേഖലയിലും ഉന്നതമായ വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.